21ാം നൂറ്റാണ്ടിലെ യുദ്ധമുറകൾ വെടിയുണ്ടകളിൽ നിന്നും പീരങ്കികളിൽ നിന്നും മാറി അദൃശ്യമായ ഡിജിറ്റൽ ലോകത്തേക്കും അതീവ സങ്കീർണമായ മിസൈൽ സാങ്കേതിക വിദ്യകളിലേക്കും വഴിമാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഭീതിതമായ തെളിവുകളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ലോകം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സാങ്കേതിക വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈനിലെ ആമസോൺ വെബ് സർവീസസ് ഡേറ്റാ സെന്ററുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണവും ഖത്തറിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ കേന്ദ്രത്തിന് നേരെയുണ്ടായ മിസൈൽ വർഷവും കേവലം പ്രാദേശികമായ തർക്കങ്ങളല്ല, മറിച്ച് ആഗോള സാമ്പത്തിക പ്രതിരോധ ക്രമങ്ങളെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള പുതിയൊരു പ്രതിഭാസത്തിന്റെ തുടക്കമാണ്. ആധുനിക ലോകത്ത് ഡേറ്റ എന്നത് പുതിയ കാലത്തെ എണ്ണയാണ്. ഈ ഡേറ്റ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാ സെന്ററുകൾക്ക് നേരെയുണ്ടാകുന്ന ഏതൊരാക്രമണവും ഒരു രാജ്യത്തിന്റെ ഹൃദയമിടിപ്പ് നിർത്തുന്നതിന് തുല്യമാണ്. ബഹ്റൈനിലെ ആമസോൺ വെബ് സർവീസുകളുടെ പ്രവർത്തനം ഒരു മാസത്തിനിടെ രണ്ടാം തവണയും തടസ്സപ്പെട്ടത് വലിയൊരു അപായ സൂചനയാണ് നൽകുന്നത്. ഡ്രോൺ സാന്നിധ്യം മൂലമാണ് ഈ തടസ്സമുണ്ടായതെന്ന് ആമസോൺ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു സാങ്കേതിക തകരാറല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ഡിജിറ്റൽ ഉപരോധമാണ്. ഒരു രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ, സർക്കാർ പോർട്ടലുകൾ, പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ എന്നിവയെല്ലാം നിശ്ചലമാകുമ്പോൾ സംഭവിക്കുന്നത് ആധുനിക സമൂഹത്തിന്റെ സമ്പൂർണ്ണ സ്തംഭനമാണ്. യുദ്ധം എന്നാൽ അതിർത്തികളിൽ സൈനികർ ഏറ്റുമുട്ടുന്നതാണെന്ന പഴയ ധാരണയെ തിരുത്തിക്കൊണ്ട് ശത്രുവിൻ്റെ കണ്ണായ വിവരശേഖരണത്തെയും വിനിമയ സംവിധാനങ്ങളെയും തകർക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ഈ ആക്രമണങ്ങളുടെ പിന്നിലെ സാങ്കേതികവിദ്യ പരിശോധിക്കുമ്പോൾ ചെലവ് കുറഞ്ഞതും എന്നാൽ വിനാശകരമായതുമായ ഡ്രോണുകളുടെ ഉപയോഗം എടുത്തു പറയേണ്ടതാണ്. വൻകിട പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്ന ചെറിയ ഡ്രോണുകൾ ഇന്ന് വലിയൊരു വെല്ലുവിളിയാണ്. ബഹ്റൈൻ പോലെയുള്ള ചെറിയൊരു രാജ്യത്തിന്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ കടന്നുകയറി ലോകത്തെ ഏറ്റവും വലിയ ക്ലൗഡ് സർവീസ് ദാതാവിന്റെ സെർവറുകൾ നിശ്ചലമാക്കാൻ കഴിഞ്ഞുവെന്നത് ഇറാന്റെ അല്ലെങ്കിൽ അവരുടെ പിന്തുണയുള്ള ശക്തികളുടെ സൈനിക ആസൂത്രണത്തിലെ മികവിനെയാണ് കാണിക്കുന്നത്. ഇത് ആമസോണിന് മാത്രമുള്ള ഭീഷണിയല്ല, മറിച്ച് തങ്ങളുടെ ഡേറ്റാ സെന്ററുകൾ ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര കമ്പനികൾക്കും നൽകുന്ന കടുത്ത മുന്നറിയിപ്പാണ്. ബഹ്റൈനിൽ കണ്ടത് ഒരു ഡിജിറ്റൽ യുദ്ധതന്ത്രമാണെങ്കിൽ ഖത്തറിലെ റാസ് ലഫാൻ എനർജി കോംപ്ലക്സിന് നേരെ നടന്ന ആക്രമണം പരമ്പരാഗത യുദ്ധമുറകളിലെ ഇറാന്റെ അപ്രമാദിത്യം വിളിച്ചോതുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്രാവക പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ ലക്ഷ്യം തെറ്റാതെ ആക്രമിക്കപ്പെട്ടു എന്നത് ആഗോള ഊർജ്ജ വിപണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തെക്കാൾ ഉപരിയായി പ്രതിരോധ വിദഗ്ധരെ ഞെട്ടിച്ചത് അമേരിക്കയുടെ ഏറ്റവും വിശ്വസനീയമായ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ മിസൈലുകൾ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പ്രധാന ആസ്തികളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാട്രിയറ്റ് സംവിധാനം ഇറാന്റെ പുതിയ മിസൈലുകൾക്ക് മുന്നിൽ നിസ്സഹായമാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇറാന്റെ ഈ പുതിയ മിസൈലുകൾക്ക് ദിശമാറ്റി സഞ്ചരിക്കാനുള്ള അതിശയിപ്പിക്കുന്ന ശേഷിയുണ്ടെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവയുടെ സഞ്ചാരപാത മുൻകൂട്ടി പ്രവചിക്കാനും അവയെ ആകാശത്ത് വെച്ച് തകർക്കാനും പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയും. എന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നതിനിടയിൽ അതിവേഗത്തിൽ ദിശ മാറ്റാൻ കഴിയുന്ന ഇറാന്റെ മിസൈലുകളെ പിന്തുടരാനോ വെടിവെച്ചിടാനോ പാട്രിയറ്റ് പോലെയുള്ള റഡാർ അധിഷ്ഠിത സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു ക്രിക്കറ്റ് ബോൾ വായുവിൽ സ്വിംഗ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഗോളിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോൾ കീപ്പറെ കബളിപ്പിച്ചു പോകുന്ന പന്ത് പോലെ ഈ മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു മുന്നേറുന്നു. ഇത് സൈനിക സാങ്കേതിക വിദ്യയിലെ വലിയൊരു വിടവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റാസ് ലഫാനിലെ ആക്രമണം വെറുമൊരു മിസൈൽ വർഷമായി കാണാനാകില്ല. ആഗോളതലത്തിൽ ഇന്ധനവിലയും ഊർജ്ജ വിതരണത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക കേന്ദ്രമാണിത്. ഖത്തറിന്റെ സാമ്പത്തിക അടിത്തറ മാത്രമല്ല, യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒഴുകുന്ന ഊർജ്ജ പ്രവാഹത്തിന്റെ സിര കൂടിയാണ് ഇവിടം. ഇറാന്റെ മിസൈലുകൾക്ക് ഇത്ര കൃത്യമായി ഇത്തരം ലക്ഷ്യങ്ങളെ ഭേദിക്കാനാകുമെന്ന കണ്ടെത്തൽ സൗദി അറേബ്യ, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കാരണം ഇവരും തങ്ങളുടെ എണ്ണ ശുദ്ധീകരണ ശാലകളെയും തന്ത്രപ്രധാന മേഖലകളെയും സംരക്ഷിക്കാൻ കോടിക്കണക്കിന് ഡോളർ മുടക്കി സ്ഥാപിച്ചിട്ടുള്ളത് അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ ഒരു പാട്രിയറ്റ് മിസൈൽ പരാജയപ്പെട്ട് ജനവാസ മേഖലയിൽ പതിച്ച സംഭവം കൂടി കൂട്ടി വായിക്കുമ്പോൾ പാശ്ചാത്യ പ്രതിരോധ കവചങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാന്റെ സൈനിക ശേഷി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എത്രത്തോളം വളർന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണിത്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി മിസൈൽ, ഡ്രോൺ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നില്ലെന്നും അത് അത്യാധുനിക ആയുധങ്ങളുടെ പരീക്ഷണശാലയായി പശ്ചിമേഷ്യയെ മാറ്റിയിരിക്കുകയാണെന്നും വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ പുതിയ മിസൈലുകൾക്ക് മുന്നിൽ പഴയകാല പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗശൂന്യമാകുമ്പോൾ റഷ്യയോ ചൈനയോ വികസിപ്പിക്കുന്ന പുതിയ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ തിരിയുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത് മേഖലയിലെ അമേരിക്കയുടെ സൈനിക ആധിപത്യത്തിന് കനത്ത പ്രഹരമായി മാറിയേക്കാം.
നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പരമ്പരാഗത യുദ്ധങ്ങളുടെ അന്ത്യത്തിനാണ്. ഇവിടെ വിജയിയെ തീരുമാനിക്കുന്നത് സൈനികരുടെ എണ്ണമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കരുത്താണ്. ഒരു ഡ്രോൺ ഉപയോഗിച്ച് ആമസോൺ പോലെയുള്ള ആഗോള കോർപ്പറേറ്റിന്റെ സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ കഴിയുന്നതും പാട്രിയറ്റ് പോലെയുള്ള വിശ്വവിഖ്യാതമായ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മിസൈലുകൾ പായിക്കാൻ കഴിയുന്നതും യുദ്ധത്തിന്റെ ജനാധിപത്യവൽക്കരണത്തെയല്ല, മറിച്ച് അതിന്റെ അസ്ഥിരതയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വൻ ശക്തികൾക്ക് പോലും സുരക്ഷിതമല്ലെന്ന് തോന്നുന്ന ഒരവസ്ഥ. സൈബർ ആക്രമണങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ഈ പുതിയ കാലത്ത് രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ അടിമുടി പുനർനിർമ്മിക്കേണ്ടി വരും. ഈ സാഹചര്യം പശ്ചിമേഷ്യയെ ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്നിടത്ത് ആയുധങ്ങൾ സംസാരിച്ചു തുടങ്ങും. എന്നാൽ ആ സംസാരം അത്രമേൽ പ്രഹരശേഷിയുള്ളതാകുമെന്ന് പാശ്ചാത്യ ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല. ഖത്തറിന്റെയും ബഹ്റിന്റെയും സംഭവങ്ങൾ വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിന്റെ വ്യക്തമായ തെളിവാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഈ പുതിയ വെല്ലുവിളിയെ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആഗോള സമാധാനത്തിന്റെ ഭാവി. പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇറാനുമായി ഒരു പുതിയ നയതന്ത്ര കരാറിലെത്തുകയോ ചെയ്യുക എന്നതല്ലാതെ ലോകത്തിന് മുന്നിൽ വലിയ വഴികളൊന്നുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.